ഈ മഹേഷ് പണിക്കർ പറഞ്ഞ ആറാട്ടിനെ കുറിച്ച് ജാമ്യാപേക്ഷയിലെ ഉത്തരവിൽ പുറത്തു വന്നിട്ടുള്ളത്. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, ഈ മഹേഷ് പണിക്കർ പറഞ്ഞ ആറാട്ടിനെ കുറിച്ച് എനിക്ക് അത്ര അറിവില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ പോരാത്തത് അത് വിശ്വാസവുമായി കൂട്ടിക്കെട്ടുകയാണ് മഹേഷ് പണിക്കർ ചെയ്യുന്നത്. അപ്പം ഈ യുവതീ പ്രവേശം, അതിലുള്ള പ്രതികാരം എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട വാദം. അതുപോലെ ശബരിമല എല്ലാ ദിവസവും തുറക്കാൻ ഒരു ആലോചന ഉണ്ടായിരുന്നു, അതിനെയും എതിർത്തു. ഈ രണ്ടാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആയി വെച്ചിരുന്നത്. ഈ യുവതീ പ്രവേശം അത് സുപ്രീം കോടതിയുടെ തീരുമാനമാണ്. സുപ്രീം കോടതി ലോ ഓഫ് ലാൻഡ് ആണ്. അത് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ, ഏത് ഭരണകൂടമാണെങ്കിലും അത് ബാധ്യസ്ഥരാണ്. അതിന്റെ ഇത്രയും വർഷം കഴിഞ്ഞ് 2018 ഇത് 2026, ഇത്രയും കാലയളവിൽ ആ പ്രതികാരം മനസ്സിൽ വെച്ച് പിണറായി സർക്കാർ ഇരുന്നു എന്നാണോ രാഹുൽ പറയുന്നത്? അറിയാം, പെട്ടെന്ന് 2-3 പോയിന്റ്. ഒന്ന്, മഹേഷ് പണിക്കർജിക്ക് മറുപടി പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. അതായത് പക്ഷേ അതിന് മറുപടി പറയാത്തൊരു കാരണമുണ്ട്. അതായത് മഹേഷ് പണിക്കർജി അദ്ദേഹത്തിന്റെ വിഗ്രഹ നിർമ്മാണശാല ആക്രമിച്ച് 2 കോടിയുടെ പഞ്ചലോക വിഗ്രഹം കവർന്നു എന്ന് വ്യാജ പരാതി കൊടുത്ത കേസിലെ പ്രതിയാണ്. അവസാനം മഹേഷ് കുമാർജി കൊടുത്തത് വ്യാജ പരാതിയാണെന്നും കള്ളമാണെന്നും പോലീസ് കണ്ടെത്തുകയും മറ്റും ചെയ്തതാണ്. ഞാൻ ഇതൊക്കെ പറഞ്ഞ് മഹേഷ് കുമാർജിയുടെ ആ ചരിത്രം പറയാന്ന് വിചാരിച്ചാണ്. ഞാൻ പിന്നെ പറയാത്തതിന്റെ കാര്യം, നമ്മുടെ മഹേഷ് പണിക്കർജി ഇത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ സുരേഷ് കുമാർജിയുടെ മുഖത്തെ റിയാക്ഷൻ കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ സഖാവായ സുരേഷ് കുമാർജി പോലും ഒന്ന് എന്റെ ബാല്യം പകച്ചു പോയെന്ന രീതിയിലാണ് മഹേഷ് പണിക്കറുടെ വാദങ്ങൾ കേട്ടത്. കാര്യം പ്രത്യേകിച്ച് യാതൊരു നിയമത്തിന്റെ അടിസ്ഥാനവും ഇല്ലാതെ യാതൊരു ബന്ധവും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ പറയുകയും അതിനെ വിശ്വാസമായി കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ മഹേഷ് പണിക്കർജി ഒരുപാട് നന്മയുള്ളവരെയും നല്ലവരെയും ജയിലിൽ പിടിച്ചിട്ടിട്ടുണ്ട്. അത് ഭഗവാൻ നൽകുന്ന പരീക്ഷണമാണ്. പക്ഷെ ആത്യന്തികമായ സത്യമേ ജയിക്കൂ എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത്. തന്ത്രിക്കെതിരെ എന്തൊക്കെ കള്ളങ്ങൾ അങ്ങും അങ്ങയുടെ സുഹൃത്തുക്കളും പറഞ്ഞു, എല്ലാം പൊളിഞ്ഞു വീഴുന്ന കണ്ടില്ലേ? അയ്യപ്പന് ഫറവോമാരുമായിട്ട് ബന്ധമുണ്ട്, ഈജിപ്തിലേക്ക് കടുകുമണി പോകുന്നതുമായിട്ട് ബന്ധമുണ്ടെന്ന് വരെ അങ്ങ് പറഞ്ഞു. എല്ലാം തകർന്ന് തരിപ്പണമാണെന്ന് കണ്ടില്ലേ? അതുകൊണ്ടാണ് നിയമപരമായി അങ്ങ് നിയമപാണ്ഡിത്യമുള്ള വ്യക്തിയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിയമപരമായി അങ്ങേക്ക് പറയാൻ പരിമിതികൾ കാണും. പക്ഷേ വിശ്വാസത്തിന്റെ ഭാഗത്ത് നിന്നടക്കം അങ്ങ് പറയുന്നത് വസ്തുതകളല്ലെന്നറിയാം. പിന്നീട് ഏതെങ്കിലും രീതി ബ്രാഹ്മണരോട് വിരോധം ഉണ്ടായിട്ടാണ് പറയുന്നതെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം താങ്കളോട് പറയട്ടെ, ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞങ്ങളുടെ പൂർവികരിൽ നിന്നടക്കം ഏതെങ്കിലും രീതിയിൽ അങ്ങേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുന്നു. പക്ഷെ അത് ദേഷ്യം തീർക്കേണ്ട അവസരം ഇതല്ല. വിശ്വാസത്തിന്റെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ, ഇത്രയും വിശ്വാസികൾ പകച്ചു നിൽക്കുന്ന ഘട്ടങ്ങളിൽ വിശ്വാസത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായ താങ്കൾ പ്രതികാരം തീർക്കാൻ വേണ്ടി, പരസ്പരം ദേഷ്യം തീർക്കാൻ വേണ്ടി, സാമുദായികമായ ദേഷ്യം തീർക്കാൻ വേണ്ടി, ഏതെങ്കിലും സ്പർദ്ധ തീർക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് അങ്ങ് ദൈവികമായ ഒരു ജോലി ചെയ്യുന്ന ആളും കൂടെയാണ്. അതങ്ങ് ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഇനി 2-3 കാര്യങ്ങൾ, അത് സുരേഷ് കുമാർ സഖാവും കൂടെ അറിയാൻ വേണ്ടിയാണ്. വിജയരാഘവൻ സഖാവിന്റെ LDF കൺവീനറായിരുന്ന വിജയരാഘവൻ സാറിന്റെ പരിപാടി, ഞാൻ മാതൃഭൂമിയിൽ യുവതി പ്രവേശത്തിന്റെ കാലത്തിൽ അദ്ദേഹത്തിന്റെ കാല് ഞാൻ പിടിച്ചു എന്ന് പറഞ്ഞാൽ പരസ്യമായി ഇതേ മാതൃഭൂമി ചാനലിൽ നിന്ന് കാല് പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരാഴ്ച തരണം സുപ്രീം കോടതി വീണ്ടും പോകാൻ. അദ്ദേഹത്തിനടക്കം ഒരുപാട് പേർക്ക് ഞങ്ങളോട് അലിവുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അന്ന് കൊടിയേരി സഖാവിനോടടക്കം അല്ലെങ്കിൽ പല CPM-ലെ പല പ്രമുഖരോടടക്കം ഞങ്ങൾ സംസാരിച്ചു. എൻ്റെ അമ്മയടക്കം ആദരണീയനായ മുഖ്യമന്ത്രിയെ കാണാൻ പോയി. മുഖ്യമന്ത്രി ഒരാളുടെ പിടിവാശിയായിരുന്നു ശബരിമലയിൽ യുവതികളെ കയറ്റാൻ. എനിക്ക് ഉറപ്പുണ്ട് CPM-ലെ 99% ആൾക്കാരും ഉള്ളിൽ സമ്മതിക്കില്ല. രാത്രിയുടെ മറവിൽ യുവതികളെ അവിടെ കള്ളക്കടത്ത് നടത്തി അകത്ത് കയറ്റി. എന്നിട്ട് ഞങ്ങളുടെ വിശ്വാസികൾ അവിടെ തടയാനുണ്ടായിരുന്നു. ഞങ്ങളോട് പോലീസുകാർ വന്ന് പറഞ്ഞു ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്ന്. അങ്ങനെയാണ് കനകദുർഗയും ബിന്ദു അമ്മിണിയെ കയറ്റിയത്. അവരോടും ദേഷ്യമൊന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക്, അവരോടും ഇപ്പം ദേഷ്യമില്ല. പിന്നീട് ബിന്ദു അമ്മിണി ആരോ കായികമായി ആക്രമിച്ചപ്പോൾ ഞാൻ അവരെ വിളിച്ച് മാപ്പ് പറഞ്ഞു, പബ്ലിക്കലി മാപ്പ് പറഞ്ഞു. വിശ്വാസികൾക്ക് ഇത് രാഷ്ട്രീയമല്ല. ഇപ്പൊ ഹരിശങ്കർ സാറിന്റെ അച്ഛൻ നമ്മുടെ ശങ്കർദാസ് സാറാണ്, ഹരിശങ്കർ സാറാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയപ്പെടുന്നു. എനിക്കറിയില്ല, ഞങ്ങൾക്ക് ഹരിശങ്കർ സാറിനോടും വിരോധമില്ല. ശങ്കർദാസ് സാറിന്റെ അറസ്റ്റിനെതിരെ പരമാവധി എന്നാൽ കഴിയുന്നത്ര ശബ്ദിച്ചൊരു വ്യക്തിയാണ് ഞാൻ. 83 വയസ്സായ മനുഷ്യനാണ്. ഈ പക്ഷാഘാതം വന്ന മനുഷ്യനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നതിൽ ഒരു നന്മയില്ല. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഒരു സെൻസ് ഓഫ് ബാലൻസ് വേണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ സെൻസിറ്റീവായ വിഷയത്തിൽ നേരിട്ട് ഇടപെടണം. കാര്യം ഹൈക്കോടതിയുടെ പരാതിയാണിത്. അപ്പോൾ ശരിക്കും രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ശബരിമല തന്ത്രിയെ കുടുക്കിയെന്ന് ഇപ്പം പകൽ പോലെ വ്യക്തമായില്ലേ? ഇനി 2 കുറുപ്പ് സാറിനെ പോലെ മഹാനായ ഒരു വ്യക്തിയെ, അതായത് ഹൈക്കോടതി എഴുതി അഭിനന്ദിച്ച ഇത്രയും മികച്ച റിപ്പോർട്ടുകളാണ് എന്ന് കുറുപ്പ് സാറിനെ എഴുതി അഭിനന്ദിച്ച കുറുപ്പ് സാറിനെ പോലും ഒരുപാട് പേർ സംശയത്തിന്റെ ദൃഷ്ടിയിലാക്കാന്നു. അപ്പം പിണറായി സഖാവിനോട് യാതൊരു വിരോധമല്ല. നേരെ തിരിച്ച് അയ്യപ്പനും വാവരും വെളുത്തേയും എന്ന് അദ്ദേഹം പറയുന്നതിനെ കൈയടിക്കുന്നവരാണ്. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന അദ്ദേഹത്തിന്റെ ഇക്വേഷന് കൈയടിക്കുന്നവരാണ്. പക്ഷേ പിണറായി സഖാവിന്റെ രാഷ്ട്രീയപരമായ നീക്കങ്ങളായിരുന്നു ഇതിന്റെ പിന്നിൽ. നേരത്തെ ശ്രീ സന്ദീപ് വാര്യർ ശരിയായി പറഞ്ഞതുപോലെ താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒപ്പിച്ചു വെക്കുക എന്നൊരു കാര്യമാണ്. ഇത് കാണുകയാണെങ്കിൽ ഹൈക്കോടതിയോടക്കം താഴ്മയുള്ള അഭ്യർത്ഥന, പ്രത്യേകിച്ച് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ സാറിന്റെയും ജസ്റ്റിസ് ജയകുമാർ സാറിന്റെയും ബെഞ്ചിനോടുള്ള അഭ്യർത്ഥന, ഞങ്ങൾ വിശ്വാസികൾ വലിയ പ്രതീക്ഷയോടെയാണ് കോടതിയെ കാണുന്നത്. ആ
വിശ്വാസികൾക്ക് ആശ്വാസമേകുന്ന വിമർശനമോ പരാമർശമോ ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാര്യം 41 ദിവസമാണ് ഒരു തെറ്റും ചെയ്യാതെ ഒരു പാവം മനുഷ്യനെ ജയിലിൽ പിടിച്ചിട്ടത്, കടുകുമണിയോളം പോലും തെളിവില്ലാതെ. എന്നിട്ട് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്താൻ, അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്, മകനുണ്ട്, അദ്ദേഹത്തിന് സഹോദരിമാരുണ്ട്, അവർക്ക് മകന് വൈഫ്, അവരുടെ കുടുംബം, അവരുടെ എത്ര കുടുംബങ്ങളെയാണ് വേദനിപ്പിക്കുന്നത്. ശബരിമല തന്ത്രിക്ക് 100 കണക്കിന് ക്ഷേത്രങ്ങൾ ഇന്ത്യക്കകത്ത് പുറത്തുണ്ട്. അപ്പൊ ഇതിനെ എല്ലാം അപമാനിക്കാനാണ് ശ്രമിച്ചത്. യുവതീ പ്രവേശത്തിൽ ഏറ്റവും കടുത്ത നിലപാട് അത് പിണറായി വിജയൻ എന്നാണുള്ളതാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. ആ സമയത്ത് ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ ആലോചിച്ചിരുന്നു. അന്ന് പിണറായി വിജയന്റെ മറുപടി എന്തായിരുന്നു എന്ന് കൂടി കേൾക്കാം. ഏതെങ്കിലും ഒരു റിപ്പോർട്ടും കൊണ്ട് ദേവസ്വം ബോർഡ് അങ്ങോട്ട് പോയാൽ എന്താ തിരിച്ചു കിട്ടുക എന്നുള്ളത് നല്ലതുപോലെ ചിന്തിച്ചോളണം. വടി കൊടുത്ത് അടി വാങ്ങാന്ന് പറയുന്നില്ല, അങ്ങനെ ഒരു നടപടിയിലേക്ക് നീങ്ങിയേക്കരുത് എന്നാണ് പറയാനുള്ളത്. ഇത് പത്തനംതിട്ടയിലെ ഒരു ജില്ലാ യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇത് സംസാരിച്ചത്. പക്ഷെ ആ യോഗത്തിൽ അന്ന് പത്മകുമാർ പങ്കെടുത്തിരുന്നില്ല.